ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായില്ലേ ലോങ് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ട്. എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ വെക്കേഷനൊക്കെ ആയില്ലേ, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായതുകൊണ്ട് വീഡിയോസൊന്നും എന്താ പറയുക നല്ല കറക്റ്റ്ലി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. ഇപ്പോൾ നാളെ സ്കൂൾ തുറക്കും, പിന്നെ മാർക്ക് കിട്ടും, PT മീറ്റിങ് അങ്ങനെ. അപ്പോൾ ശരി, ഇനി നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവൊക്കെ ആവാമല്ലേ. ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഭയങ്കര പ്രൊഡക്റ്റീവായിരിക്കും ഗൈസ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ചെടിക്കൊക്കെ വെള്ളം മാറ്റി വെച്ചിട്ട് പുതിയ വെള്ളമൊക്കെ എടുത്തിട്ടു. അപ്പോഴത്തേക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ബോറടിയായിരുന്നു. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രോയിങ് ചെയ്യാമെന്ന്. ഡ്രോയിങ്ങിന് ഭയങ്കര എന്താ പറയുക, അത്രയ്ക്ക് ഇതൊന്നും ഇല്ലെങ്കിലും വരയ്ക്കണമല്ല ഏത് ജീവിയാന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം കുത്തിരുന്ന് വരയ്ക്കാറില്ല. പക്ഷെ വരയ്ക്കണ സമയത്ത് നന്നായിട്ട് എഫേർട്ട് ഇടും. പക്ഷെ റിസൾട്ട് അതിഭീകരമായി. ഞാനൊരു എനിമീനെ ആട്ടോ വരച്ചതും. ലാസ്റ്റ് വരച്ചു തന്നപ്പോൾ എങ്ങനെ ആയെന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടാൽ തന്നെ എനിമിയാന്ന് ഒട്ടും പറയത്തില്ല. പക്ഷെ ചില ഡ്രോയിങ്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഗൈസ്. അത് എന്താ പറയുക, ഭയങ്കര സിമ്പിളായിരിക്കും. അങ്ങനെയുള്ള ഡ്രോയിങ്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും. കുറച്ച് ചെറിയ ഡ്രോയിങ് തന്നെ ഞാൻ 1 മണിക്കൂറൊക്കെ ഇട്ട് എഫേർട്ട് എടുത്ത് വരയ്ക്കാറുണ്ട്. പക്ഷേ ചിലതൊക്കെ നന്നാവും കേട്ടോ. എല്ലാത്തിനും അങ്ങനെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും കയ്യിരിപ്പുണ്ടായിരുന്നില്ല. സോ എന്താ പറയുക, കളറ്, പിന്നെ ഡ്രോയിങ് ചെയ്യാനുള്ള പെൻസില്, ബുക്ക്, അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഉള്ളത് വെച്ച് ഓണം പോലെ അങ്ങനെ ഞാൻ ചെയ്തു. കിട്ടിയതുകൊണ്ട് എന്തൊക്കെയോ വരച്ചെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്റ്റീവ് കൂടിപ്പോയതുകൊണ്ട് തന്നെ ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ. സ്കൂൾ തുറന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലീൻ ആക്കി വെക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങൾ ടേബിളിൻ്റെ കാര്യം നോക്കിയേ വേണ്ട. ഞാൻ പലപ്പോഴായിട്ട് പറയും വാൾപേപ്പർ വാങ്ങണമെന്ന്. പക്ഷെ എന്താ അറിയില്ല, എപ്പോഴും മുടങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പറയത്തില്ല ഇനി വാങ്ങുമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു വൈറ്റ് ടേബിൾ വാങ്ങാമെന്നാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല നടക്കുമെന്ന്. ഇപ്പം ഞാൻ തുടയ്ക്കണതില്ലേ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഒരു മണി ബോക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് സത്യത്തിൽ എന്നെ ചതിച്ചു. ഇതിൽ പൈസ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് എന്തോ പൂപ്പലൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ആക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു അതിന് ഉപയോഗമില്ല, പൈസ ഇടാനേ ഉപയോഗമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു എന്തെങ്കിലും ഓർഗനൈസറൊക്കെ ആയിട്ട് വെക്കാമെന്ന്. അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവല്ലോ. ഇപ്പോൾ വെച്ച പേപ്പറിനോ നല്ല പൊടിയാണ് കേട്ടോ. അതൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടാണ് വെച്ചത്. അതൊന്നും കൂടെ തുടയ്ക്കേണ്ടി വന്നു എനിക്കതിൽ നല്ല പൊടി ഉണ്ടായിരുന്നു. പിന്നെ എടുത്ത സാധനങ്ങൾ അതേപോലെ തന്നെ എടുത്തടുത്ത് തന്നെ വെച്ചു. എല്ലാം നല്ല അടിപൊളി ക്ലീനാക്കി വെച്ചു. ഈ ടേബിളും കൂടെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ സെറ്റായണേ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എപ്പോഴെങ്കിലും സമയം വരുമല്ലോ ഇതൊക്കെ വാങ്ങാനായിട്ട്, അപ്പോൾ വാങ്ങാം. നിങ്ങൾ പ്രൊഡക്റ്റീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് വീഡിയോയിൽ അധികം കാണിച്ചില്ലെങ്കിലും റിയലായിട്ട് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതൊന്നും കേട്ടോ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ വൈകുന്നേരമായി, ചായയൊക്കെ കുടിച്ചിട്ട് ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. 2026 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.